ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണത്തിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു അമേരിക്കൻ ആക്രമണത്തിന് ദീർഘദൂര ആഘാതമുണ്ടാകുന്ന പ്രത്യാക്രമണം അല്ലെങ്കിൽ മറുപടി നൽകുമെന്ന മുന്നറിയിപ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി നൽകിയിരുന്നു. ഇപ്പോൾ ടെൽ അവീവിലും അതോടൊപ്പം തന്നെ ജെറുസലേമിലും സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ മിസൈലുകൾ ലോഞ്ച് ചെയ്തു ഇസ്രായേലിനെതിരെ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മുന്നറിയിപ്പ് ശബ്ദം പുറപ്പെടുവിക്കുന്ന ദൃശ്യങ്ങൾ ടെൽ അവീവിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇസ്രായേലിൽ മുഴുവൻ തന്നെ ഏകദേശം ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇറാനിയൻ മിസൈൽ ലോഞ്ച് ഡിറ്റക്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രായേൽ ആർമി പറയുന്നത്, ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇറാനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാൻ അവിടെ നിന്ന് മിസൈലുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോടിയായി ഇപ്പോൾ ടെൽ അവീവിലും ജെറുസലേമിലും ഒക്കെ മുന്നറിയിപ്പ് സൈറണുകൾ, എയർ സൈറണുകളും മുഴങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ബങ്കറുകളിലേക്ക് മാറാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ സൈറണുകൾ. അശ്വജിത് സി നമുക്കിപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വജിത്ത്, ഇറാന്റെ പ്രത്യാക്രമണം, അതായത് ഈ അമേരിക്കൻ ആക്രമണത്തോടു കൂടി സമാധാനത്തിന്റെ ഭാഷ മതി എന്ന് ട്രംപ് പറഞ്ഞാൽ ഇറാൻ കേൾക്കുന്നില്ല. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും ലോകം പ്രതീക്ഷിച്ചിരുന്നതും. ഇപ്പോൾ എങ്ങനെയാണ് ഇറാന്റെ തിരിച്ചടി? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഇറാന്റെ മറുപടി വന്നിരിക്കുന്നു, തിരിച്ചടി വന്നിരിക്കുന്നു. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ചിട്ടുണ്ട്. അത് പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളിലാണ് എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് അവരുടെ ഡിഫൻസ് ഫോഴ്സ് ഔദ്യോഗികമായി തന്നെ ട്വീറ്റിൽ കുറിച്ചിട്ടുള്ളത്. ജെറുസലേമിലും ടെൽ അവീവിലുമാണ് ജാഗ്രതാ നിർദ്ദേശം പ്രധാനമായിട്ട് നൽകിയിട്ടുള്ളത്. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഹൈഫ നഗരത്തെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന തരത്തിലും റിപ്പോർട്ടുണ്ട്. ഒരുപക്ഷെ പ്രധാനമായും ഹൈഫയിലും ജെറുസലേമിലും ടെൽ അവീവിലും ആവാം ഈ ആക്രമണം ഉണ്ടാകുന്നത് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു. ഒരുപക്ഷെ ആ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ എന്ന് തോന്നുന്നു. ജിതിൻ, ഈ തിരിച്ചടി വലിയ ആഘാതമുണ്ടാക്കുമോ? അതിന്റെ വ്യാപ്തി വലുതായിരിക്കുമോ? ഇതുവരെ കണ്ട രീതിയിലായിരിക്കില്ല ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു. വരുന്ന മണിക്കൂറിൽ കനത്ത പ്രത്യാക്രമണം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആ ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ടെൽ അവീവ്, ഫെഫാൻ, ജെറുസലേം തുടങ്ങിയ 3 മേഖലകളിലാണ് ഇപ്പോൾ സ്ഫോടനം അല്ലെങ്കിൽ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ജെറുസലേമിൽ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ കാഷ്വാലിറ്റി എത്രയാണെന്ന സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഇതുവരെ കണ്ടതിനേക്കാൾ രൂക്ഷമായ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് ഇറാൻ കടന്നിരിക്കാം. അതിനുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിലുള്ളത്. ശരി, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നു. അമേരിക്കയുടെ ആക്രമണം അത് 3 ആണവ കേന്ദ്രങ്ങളിലാണ് നടന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇറാന്റെ പ്രത്യാക്രമണം അത് ഇസ്രായേൽ മണ്ണിലേക്കാണ് തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇറാൻ ടെൽ അവീവിലും ജെറുസലേമിലും ഒക്കെ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ഇനി കൂടുതൽ സ്ഥിതി വഷളാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളും ഈ വാർത്തകളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അത് ആ രീതിയിലല്ല. കാരണം ഇറാൻ അത് ഉറപ്പിച്ചു പറയുകയാണ്, പ്രത്യാക്രമണം അത് ഉറപ്പാണെന്ന് പറയുന്നു. ട്രംപ് നോബൽ പ്രൈസ് മറന്നേക്കൂ എന്നുകൂടി ഇറാൻ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അവരും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. പ്രത്യാഘാതം അത് ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്.